ഹലോ ഗൈസ്, അപ്പം സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇട്ടായിരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ലിവറി മേക്കിങ്ങിൻ്റെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കർട്ടൺ ആഡ് ചെയ്യണം. ഇതുണ്ടല്ലേ, നമ്മൾ കർട്ടൺ ഉണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമുക്ക് കർട്ടൺ ആദ്യം ക്രോപ്പ് ചെയ്യണം. അതിൻ്റെ ഷേപ്പിലേക്ക് തന്നെ നമുക്കൊന്ന് ആദ്യം ക്രോപ്പ് ചെയ്യണം, കൃത്യം ആ പൊസിഷനിൽ വെക്കാൻ വേണ്ടി. അതിൻ്റെ എഡ്ജെല്ലാം കറക്റ്റാകുന്ന രീതിയിലൊന്ന് ക്രോപ്പ് ചെയ്യണം. ഇനി നമ്മളത് വിൻഡോയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം, സൈഡ് വിൻഡോയുടെ. ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഇടാം, എന്നിട്ട് റൈറ്റ് സൈഡിലും. ഉണ്ടല്ലേ, കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചിട്ട് എല്ലാ എഡ്ജിലും പിടിച്ച് ഒന്ന് കറക്റ്റ് പൊസിഷനിലാക്കി കൊടുക്കുക. അതുണ്ടല്ലേ, ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഗ്രീൻ അല്ലേ, ഈ ഗ്രീൻ മാറ്റാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അഡ്ജസ്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹ്യൂ കണ്ടില്ലേ, ഹ്യൂ എന്ന് HUE എഴുതിയേക്കുന്നത്, അതിൽ പിടിച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ കളർ മാറും. അതേ ആ ഗ്രീൻ കളർ മാറി. ഇപ്പം ആ ബോഡിയുടെ ആ കളറാണ് ഞാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ ആ പിങ്ക് കളറാക്കും ഞാൻ. ഇതുണ്ടല്ലേ, ഇപ്പം സംഭവം ആ പിങ്ക് കളറായി കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കർട്ടൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എടുത്ത് റൈറ്റ് സൈഡിലും വെക്കുക. ഇതുപോലെ റൈറ്റ് സൈഡ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫിക്സ് ലെഫ്റ്റിലോട്ട് തിരിച്ചു പോലെ ഫ്ലിപ്പ് റൊട്ടേറ്റ് കണ്ടില്ലേ, ഫ്ലിപ്പ് റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അപ്പം നമ്മൾ ആ സൈഡ് കർട്ടൺ പോലെയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലും വെച്ചില്ല, കർട്ടൺ റൈറ്റ് സൈഡിലും വെച്ച് കറക്റ്റ് ആ പൊസിഷനിൽ വെക്കണം കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ. ഓക്കെ, നമ്മളിപ്പം രണ്ട് സൈഡിലും കർട്ടൺ ആഡ് ചെയ്തു. ഇനി ബാക്ക് സൈഡിലെ കർട്ടൺ ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ ടിക്ക് കൊടുത്തു ലെഫ്റ്റ് ടോപ്പിൽ. ഇപ്പോൾ അതെല്ലാം സെറ്റായി. ഇനി നമുക്ക് ബാക്കിലത്തെ കർട്ടൺ കൊടുക്കണം. ഓക്കെ, അപ്പം ബാക്കിലത്തെ കർട്ടൺ ഞാൻ എടുത്തു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ കളറും നമുക്ക് മാറ്റണം. ആദ്യം ഒന്ന് ക്രോപ്പ് ചെയ്യണം കേട്ടോ, കൃത്യം ആ കർട്ടൻ്റെ അതേ രീതിയിലൊന്ന് ക്രോപ്പ് ചെയ്യണം. ഇനി ഇതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റണം. അതും പഴയ പോലെ അഡ്ജസ്റ്റിൽ കയറുക. അതുണ്ടല്ലേ, അഡ്ജസ്റ്റിൽ കയറുക, പിന്നെ ഹ്യൂ അതൊന്ന് മാറ്റി കൊടുക്കുക. അതുണ്ടല്ലേ, ആ കളറായി. ആ ബോഡിയിലുള്ള ആ സെയിം ആ ഗ്രാഫിക്സിലുള്ള അതേ കളറായി. നമുക്ക് ഇഷ്ടമുള്ള കളറാക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഒരു കളർ പാറ്റേൺ ഒരേപോലെ ആവാൻ വേണ്ടി ഈ കളറാക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും ആ ബാക്ക് സൈഡിൽ കൊണ്ടുപോയി ഒന്ന് ക്രോപ്പ് ചെയ്ത് ശരിയാക്കുക. ഇനി അടിയിലോട്ട് പോകുമ്പം അവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ. ആ ബ്ലെൻഡിൽ ഡാർക്കൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഏറ്റവും താഴെ കണ്ടില്ലേ, നാലാമത് കിടക്കുന്ന ഡാർക്കൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബ്ലാക്കിനകത്ത് ആ കർട്ടൺ കൃത്യമായിട്ട് സെറ്റാവും. കണ്ടില്ലേ, ഇപ്പോൾ നോർമലല്ലേ കിടക്കുന്നത്, ഡാർക്കൺ ഇട്ടപ്പം കൃത്യം അതിനകത്ത് സെറ്റായിരിക്കും, ആ ബ്ലാക്ക് പോർഷൻ്റെ അകത്ത്. അതിനാണ് ആ സംഭവിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ടിക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം സെറ്റായി. ഇനി നമുക്ക് പിക്സൽ ലാബിൽ കയറി നെയിം സെറ്റാക്കണം. കുറേ ആൾക്കാർ ചോദിച്ചു എങ്ങനെ നെയിം ഉണ്ടാക്കുന്നതെന്ന് പറയാമോ എന്ന്. നമുക്ക് ഒരു ഏറ്റവും സിമ്പിളായിട്ടൊരു രീതി ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ട് അടിയിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് കണ്ടോ, അവിടെ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ മേളിലൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ആ ട്രാൻസ്പെറൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി നമുക്ക് ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആ ആപ്പ് തുറക്കുമ്പോഴേ വരും, ഈ ന്യൂ ടെക്സ്റ്റ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങളിടാൻ വെച്ചിരിക്കുന്ന പേര്, നിങ്ങളുടെ കൺസെപ്റ്റ് നെയിം അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പം ഇവിടെ അവതാർ എന്നൊരു നെയിം ടൈപ്പ് ചെയ്യുക. അവതാറിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫോണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഒക്കെ നമ്മൾ അവതാർന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലെറ്റർ എ എഴുതിയിട്ടുണ്ട് ഇവിടെ കണ്ടോ, ആ എ. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പം താഴോട്ട് എടുക്കുമ്പോൾ ഇവിടെ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇതുണ്ടല്ലേ ഫോണ്ട്. ആ ഫോണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫോൺസ് അവിടെ വരും. കുറേ ഫോൺസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഫോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇതിൽ നിന്ന് നോക്കി ചെയ്യാം. ഞാനിപ്പം ഡെമോ ഇട്ടൊരു ഫോണ്ട് എടുക്കാം. താഴേക്കും കൊണ്ടല്ലേ, ഇവിടെ ഒരു ഫോണ്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഈ ഫോണ്ട് എടുക്കുക. ഈ ഫോണ്ട് എടുത്തു. ഇനി നമുക്കൊന്ന് സൈസ് ഒന്ന് വലുതാക്കി ബാക്കി കാര്യങ്ങൾ ഷാഡോയും കാര്യമൊക്കെ. ആദ്യം നമുക്ക് സ്ട്രോക്ക് വെച്ചാൽ നമ്മുടെ നെയിമിൻ്റെ ചുറ്റും ഒരു ബ്ലാക്കോ അല്ലെ വൈറ്റോ ആ കളർ വരാൻ വേണ്ടിയിട്ടുണ്ടല്ലേ, ബ്ലാക്ക് കളർ നമ്മുടെ നെയിമിൻ്റെ ചുറ്റും. അത് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇത്രയും മതി, ടിക്ക് കൊടുത്തു. ഇനി നമുക്ക് ഷാഡോ സെറ്റ് ചെയ്യണം. ഷാഡോ ക്ലിക്ക് ചെയ്യുക. അത് എനേബിൾ ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്ലർ റേഡിയസ് ഒന്ന് കുറച്ചു. എന്നിട്ട് ഓഫ്സെറ്റ് Y എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് എന്ന് വെച്ചാൽ ആ ഷാഡോ മൂവ് ചെയ്യുന്നത് ലെഫ്റ്റും റൈറ്റും. അത് നിങ്ങൾക്ക് മാറ്റവും മനസ്സിലാവും. അതൊന്ന് ഏകദേശം ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഓക്കെ ആയി. എന്നിട്ട് ഇന്നർ ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇതുണ്ടല്ലേ ഇന്നർ ഷാഡോ കണ്ടോ, ഇന്നർ ഷാഡോ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ്ടിനകത്തെ ഷാഡോ സെറ്റ് ചെയ്യാനുള്ള. ഇപ്പം ഞാനൊരു രീതിയിൽ അകത്തിൽ ഏതെങ്കിലും ഒരു കളർ വെച്ച് സെറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഒരു ഒരു ഗ്രേ കളർ പോലത്തെ ഒരു കളർ വെച്ച് ഒക്കെ ഒന്ന് സെറ്റായി. എന്ന് വെച്ചാൽ ഒരു എംബോസ് ഇട്ട ഫീല് കിട്ടാൻ വേണ്ടി.
നമ്മളൊക്കെ നമുക്ക് ഫോണ്ട് റെഡി. ഇനി നമ്മൾ ഈ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആസ് ഇമേജ് എന്ന് വരും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ടല്ലേ, ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ക്വാളിറ്റിയാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അൾട്ര എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും താഴെ, ഏറ്റവും നല്ല അൾട്ര ഇമേജ് കിട്ടാൻ വേണ്ടി അൾട്ര ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ മേടി വരും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഫോണ്ട് റെഡിയായി, ഇമേജ് സേവ്ഡ്. ഇനി നമുക്ക് ബാക്കിൽ പോയിട്ട് നമുക്കിനി നെയിം സെറ്റ് ചെയ്യണം. നെയിം ആഡ് ഫോട്ടോ കൊടുക്കുക, അവിടെ നമ്മൾ ചെയ്ത നെയിം വരും, അത് ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലേ, ഇനി നമുക്ക് ആ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഈ നെയിം വെക്കണം. അതിന് മുമ്പ് നമുക്ക് വേണം ഇതിനൊരു വൈറ്റ് ബോർഡറും കൂടെ കൊടുക്കുക. ഇപ്പം ബ്ലാക്കിന് പുറമെ വൈറ്റ് എല്ലാവരും ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ വൈറ്റ് ബോർഡർ ഒന്ന് കൊടുക്കുക. അതുകൊണ്ടല്ലേ പിക്സാർട്ടിൽ കൊടുക്കാൻ പറ്റും അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്സൽ ലാബിലും ചെയ്യാം. ഞാനിപ്പോൾ പിക്സാർട്ട് ചെയ്തുകൊണ്ട് വൈറ്റ് ഒരു ബോർഡറും കൂടെ കൊടുത്തു ഇതുപോലെ. ഇനി നമുക്ക് നെയിം സെറ്റ് ചെയ്യാം. ഫ്രണ്ട് ഗ്ലാസ്സിലും ബാക്കിലും സൈഡിലും എല്ലാം നെയിം സെറ്റ് ചെയ്യണം. ഇതുണ്ടല്ലേ, നമ്മുടെ അകത്ത് നിൽക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യണം. ഇതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ എന്നാ പറയുന്നത്, അകത്തിരുന്ന വിളി കാണാവുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഒരു നിങ്ങളെടുക്കുന്ന വേറെ ഫോണ്ടാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഏകദേശം സംഭവം സെറ്റ് ചെയ്തുകൊണ്ടല്ലേ, നമ്മൾ ഫ്രണ്ടിൽ നെയിം ഏകദേശം സെറ്റ് ചെയ്തു. ഇനി നമ്മളത് കോപ്പി ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ സൈഡ് ഗ്രാഫിക്സ് ചെയ്ത പോലെ തന്നെ അതൊന്ന് ബാക്കിലിടാൻ വേണ്ടി. അതുകൊണ്ടല്ലേ ബാക്ക് സൈഡിലിടാൻ ഈ കർട്ടൻ്റെ അവിടെയായിട്ട് ഈ അവതാർ എന്നുള്ള നെയിം. ഞാനിവിടെ എഡിഷൻ നെയിം സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ. എഡിഷൻ നെയിം നമ്മൾ ഈ അവതാർ എന്നുള്ള ഫോണ്ട് സേവ് ടു ഗാലറി ചെയ്ത പോലെ തന്നെ പിക്സൽ ലാബിൽ കയറി അത് എഡിഷൻ നെയിം അതുപോലെ സേവ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എഡിഷൻ നെയിം. ഈ പിക്സൽ ലാബിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി ഞാനിവിടെ എഡിഷൻ നെയിം ചെയ്യുന്നില്ല, അന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പിക്സൽ ലാബിൽ ചെയ്ത് ഇതുപോലെ തന്നെ അവതാർ എന്നുള്ളത് നമ്മൾ സേവ് ചെയ്ത പോലെ തന്നെ അതും ചെയ്യാം. ഓക്കെ, നമ്മൾ സൈഡിലും ബാക്കിലും നെയിം സെറ്റ് ചെയ്തു. ഇനി ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് കൗള് ഒരു സഡോൺ ആ രീതിയിലോട്ടൊന്ന് മാറ്റണം. എന്ന് വെച്ചാൽ ഞാൻ ഹെഡ്ലൈറ്റ് ഇപ്പം തൽക്കാലം മാറ്റുന്നില്ല. ഇത് നമ്പർ പ്ലേറ്റ് കേട്ടോ. നമ്പർ പ്ലേറ്റ് ഇപ്പോൾ ഞാൻ എഴുതുന്നില്ല. ഈ യെല്ലോ പാർട്ട് അത് നമ്പർ പ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസി നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം ഇവിടെ കാണിക്കുന്നില്ല. നമ്പർ പ്ലേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി സൂം ചെയ്തേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് കവർ സഡോണിൻ്റെ ആ രീതിയിൽ വെച്ചാൽ എൻജിൻ കവർ ഓപ്പൺ ചെയ്തൊരു രീതിയിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്, അതുപോലെ അതെങ്ങനെ ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാം. അതെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ചാനൽ ലിങ്ക് കൊടുക്കുന്ന ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ കണ്ടില്ലേ, ഇതാണ് ആ സംഭവം. എൻജിൻ കവറിൻ്റെയും ഗ്രില്ലിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് സഡോണിൻ്റെ അതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ആദ്യം നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യാം കറക്റ്റ് പൊസിഷനിലോട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ എൻജിൻ കവർ മാത്രം മതിയെങ്കിൽ അങ്ങനെ ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രില്ലോടെ വേണമെങ്കിൽ അങ്ങനെ ക്രോപ്പ് ചെയ്യാം. ഞാൻ എൻജിൻ കവർ മാത്രമേ യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഫുള്ളായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളൊന്ന് ക്രോപ്പ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിൻ്റെ ലൈറ്റ്നസ്സും എല്ലാം ഒന്ന് കൂട്ടാം. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഇരുണ്ട ആ രീതിയിലല്ല, നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫോഗ് ലാമ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് ലൈറ്റ് കയറ്റാൻ വേണ്ടി അഡ്ജസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് അത് ലൈറ്റ് കൂട്ടുക. എന്ന് വെച്ചാൽ ക്ലാരിറ്റിയും സാച്ചുറേഷനും ഹൈലൈറ്റും ഷാഡോയും നിങ്ങൾക്ക് അവിടെ കുറേ ഓപ്ഷൻ കാണും. നിങ്ങളെല്ലാം ഒന്ന് നിങ്ങൾക്ക് സെറ്റ് ആവുന്നു എന്ന് തോന്നുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുണ്ടല്ലേ, ഇപ്പം ഏകദേശം ഒരു ബ്രൈറ്റ്നസ് കിട്ടിയില്ലേ. ഇനി നമുക്കത് ഫ്രണ്ട് കൗളി എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലേ. ആ ഹെഡ്ലൈറ്റിൻ്റെ ആ പാർട്ടില്ലേ, ഹെഡ്ലൈറ്റ് പോകുന്ന രണ്ട് ഹെഡ്ലൈറ്റിൻ്റെയും തൊട്ട് മേളിലുള്ള ആ ഭാഗത്ത് കൊണ്ട് ഇത് ചെയ്തിട്ടൊന്ന് വലിച്ചു നീട്ടി ആ ഒരു പൊസിഷനോട്ട് മാറ്റുക. എന്ന് വെച്ചാൽ ഫ്രണ്ട് ഗ്രില്ലൊക്കെ വരുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാമല്ലോ വണ്ടിയുടെ, ആ ഒരു ഭാഗത്തേക്ക് ഇതൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യുക. കണ്ടില്ലേ ഇതുപോലെ. അപ്പം നമ്മൾ ഫ്രണ്ട് ഗ്രില്ല് ഏകദേശം സെറ്റ് ചെയ്തു. ഫ്രണ്ട് ഗ്രില്ല് മാത്രമല്ല എൻജിൻ കവർ ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിലും നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ സംഭവം ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബുഡ് ബാർ എന്ന് വെച്ചാൽ ക്രാഷ് ഗാർഡ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആഡ് ഫോട്ടോയിൽ പോയിട്ട് ക്രാഷ് ഗാർഡ് എടുക്കുക. അതുണ്ടല്ലേ, ക്രാഷ് ഗാർഡിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. ആ ചാനൽ ലിങ്ക് കേട്ടോ, അത് ഗെയിമിംഗ് മേജറിൻ്റെ ചാനൽ ലിങ്കാണ് കൊടുക്കുന്നത്. അവരുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മൾ ആ ക്രാഷ് ഗാർഡ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ അത് ഇച്ചിരി ഒരു അല്പം ചെരിഞ്ഞിരിക്കുന്ന പോലെ തോന്നി. അത് ചെരിവ് നേരെയാക്കാൻ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, അതൊന്ന് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെരിവൊക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ക്രാഷ് ഗാർഡ് മാത്രമായിട്ടൊന്ന് ക്രോപ്പ് ചെയ്തെടുത്തു. ഇനി ഒന്ന് ഓക്കെ അടിക്കുക. ഇനി ആ ഫ്രണ്ട് ഭാഗത്ത് നമ്പർ പ്ലേറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റിൻ്റെ സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട്. അതിനകത്ത് വരാതെ എന്ന് വെച്ചാൽ അത് ആ ഗ്യാപ്പ് കാണാവുന്ന രീതിയിൽ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതുപോലെ കണ്ടോ, ആ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഭാഗം കാണാൻ രീതിയിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ക്രാഷ് ഗാർഡും
ഓക്കെ, അപ്പം നമ്മുടെ ലിവറിയുടെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. ഞാനിപ്പം ഇവിടെ മറ്റേ ക്വാർട്ടർ ഗ്ലാസ്സിൽ എഡീഷൻ മറ്റേ എന്താ പറയുന്നത് ഒരു ഡയലോഗ് വരുമല്ലോ, അത് ഞാനിപ്പം ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് പിക്സൽ ലാബിൽ കയറ്റി അത് സെറ്റ് ചെയ്യാം. ഞാനിപ്പം ഇത് ചെയ്ത പോലെ ഈ എഡിഷൻ നെയിം വരുന്ന ഭാഗം നിങ്ങൾക്കറിയാലോ. എഡിഷൻ നെയിം എന്ന് വെച്ചാൽ ആ ഗ്ലാസിൻ്റെ കുറച്ച് താഴെയായിട്ട് അവിടെയായിട്ട് എഡിഷൻ നെയിം വരുന്നത്. ഞാനിപ്പം അവിടെ സെറ്റ് ചെയ്യുന്നില്ല. ബാക്കി ആക്സസറീസും കാര്യമൊക്കെ ബാക്കി എന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ ഡ്രീം ക്യാച്ചറോ അതെല്ലാം തൂക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, റിബണും അതൊക്കെ എങ്ങനെയാണെന്ന് ഒരു വീഡിയോസൊക്കെ അങ്ങനെ അതിനു വേണ്ടി ചെയ്യാം. ഓക്കെ, അടുത്ത തവണ ഇതിപ്പോൾ കണ്ടില്ലേ നമ്മൾ ഏകദേശം എല്ലാം സേവ് ചെയ്തു. ലിവർ സേവ് ചെയ്തില്ല, ഏകദേശം എല്ലാം സെറ്റായി. ഇനി നമ്മളങ്ങനെ സേവ് ചെയ്യുന്നതെന്നും ഇതുണ്ടോ അവിടെയായിട്ട് എഡിഷൻ നെയിം വരുന്നത്. ഞാനിപ്പം എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെങ്ങനെയാണെന്ന് ഏകദേശം എല്ലാം. ഇപ്പം ഇനി ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അങ്ങ് ചെയ്യുക. ഇത് ഇവിടെയാട്ടോ സേവ് ചെയ്യുന്നത് കണ്ടില്ലേ, ആ ഡൗൺലോഡിൻ്റെ ഒരു സിമ്പല് അത് ക്ലിക്ക് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം ഡൗൺലോഡായി കണ്ടോ. നേരെ ഈ കുറച്ച് നേരം എടുക്കും കേട്ടോ, കാരണം എന്തായാലും സൈസ് കുറച്ചുണ്ടല്ലോ, 1-2 MB മേലുണ്ട്. അത് സേവായി കണ്ടില്ലേ, സേവ് ടു ഗാലറി. ഇനി നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്ത് നമുക്ക് ലിവറി ഒന്ന് ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ ചെയ്ത ലിവറിയുടെ ഒന്ന് ജസ്റ്റ് എങ്ങനെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. നമുക്ക് ഗെയിം ഓപ്പണായി. ഇനി നമ്മൾ ഗ്യാരേജിൽ കയറി ലിവറി ചേഞ്ച് ചെയ്ത് നോക്കാം. ഇത് ഞാൻ എൻ്റെ ഓൾഡ് ലിവറി കേട്ടോ, പഴയതല്ല, ഇതിനു മുമ്പ് ചെയ്ത ലിവറി. ഓക്കെ, ഇപ്പം നമ്മൾ ഡിവൈസ് ഗാലറി കയറി ഒന്ന് മാറ്റാം. ഓക്കെ, പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഫസ്റ്റ് എയർ കൊണ്ടിട്ടില്ലേ, ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ നമ്മളിപ്പോൾ ചെയ്ത ലിവറി കണ്ടില്ലേ, അതിൻ്റെ ക്ലാരിറ്റിയും കാര്യം എല്ലാം ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ഈ പിക്സാർട്ട് ചെയ്ത ക്വാളിറ്റി കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ലിവറീസ് എല്ലാം പിക്സാർട്ടിൽ തന്നെ ചെയ്യുന്നത് കണ്ടില്ലേ. അതിൻ്റെ ഇതുണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ ഒരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഗെയിം പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ, അവിടെ ഞാൻ ഫിൽറ്റർ മാറ്റുന്നുണ്ട്. ആ ഫിൽറ്റർ ഇപ്പോൾ ഞാൻ ഫിൽറ്റർ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ആ ലിവറിയുടെ ക്വാളിറ്റി നോക്കാം. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെക്ക് ചെയ്യുന്നുണ്ട്, ഇനി നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ഗെയിം ഒന്ന് ലോഡാവട്ടെ. ഓക്കെ, ഗെയിം ലോഡായി കണ്ടില്ലേ, വണ്ടിയുടെ ക്ലാരിറ്റി കണ്ടില്ലേ, അകത്തൊരു നല്ല നെയിമിൻ്റെയും എല്ലാം അടിപൊളി ക്വാളിറ്റി ആയിട്ടുണ്ട് കണ്ടില്ലേ. മങ്ങലോ കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന പോലെ ഫോളോ ചെയ്താൽ മതി, എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി അല്ലെ ക്വാളിറ്റി ഇഷ്യൂ വരുമോ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതിന് എന്തെങ്കിലുമൊക്കെ ഞാൻ സൊല്യൂഷൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ലിവറി മേക്കിംഗ് കണ്ടില്ലേ, വണ്ടിയുടെ ക്വാളിറ്റി എല്ലാം കണ്ടില്ലേ, വണ്ടിക്ക് ഒരു ക്വാളിറ്റിയുടെ ഇഷ്യോ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ലിവറിയായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ പറയുന്ന വീഡിയോസ് എല്ലാം ചെയ്യാം കേട്ടോ. ലിവറിയായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, എന്ത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലത്തെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിവറി ഒന്ന് വെളിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടല്ലേ, ഞാനിപ്പോൾ ഫയൽ നെയിം മാറ്റിയൊന്നും ഇട്ടിരിക്കുന്നത്, ഞാൻ നേരിട്ട് നിങ്ങൾ കണ്ടല്ലേ ഗ്യാരേജിൽ നിന്ന് നേരിട്ടായിട്ട് ഞാൻ ഫയൽ നെയിമോ കാര്യമോ ഒന്നും മാറ്റിയിട്ട് ഇത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിന്. ആ നെയിമാണെങ്കിലും എല്ലാം കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ. ഞാൻ പിക്സാർട്ട് സാധാരണ വെർഷനാണ് ഉപയോഗിക്കുന്നത്, പ്രോ വെർഷനോ കാര്യമൊന്നുമില്ല, സാധാരണ പ്ലേ സ്റ്റോർ വെർഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ. ഇതിൻ്റെ ക്വാളിറ്റി ഇത്രയും ക്വാളിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. ഞാനിനി കൂടുതൽ സാധിച്ചാൽ ക്വാളിറ്റിയുള്ള ഇമേജസ് ഉപയോഗിച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക.